നമസ്കാരം. ഇന്ന് തൈപ്പൂയമാണ്. സാക്ഷാൽ പരമശിവന്റെ പുത്രനായ മുരുകസ്വാമിയുടെ പിറന്നാളാണ് ഇന്ന് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. മുരുക ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്ന് ലഭിക്കുന്നതായ ദിവസം, ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ തലവര തന്നെ മാറി മറിയുവാൻ സഹായകരമായ ദിവസം. ഇന്നേ ദിവസം മുരുകസ്വാമിയെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രകടമാകും. ഭഗവാന്റെ സന്നിധിയിൽ ഇന്നേ ദിവസം എത്തിച്ചേരാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായ ശുഭ സൂചനകളെ കുറിച്ച് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾക്ക് പ്രകടമാകുന്ന ആ ലക്ഷണങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം ചെയ്യേണ്ടതായ വിശേഷപ്പെട്ടതായ കാര്യങ്ങളുണ്ട്. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആർക്കും ജീവിതത്തിൽ ദുരിതങ്ങൾ ഒഴിയാതിരിക്കില്ല എന്നതാണ് വാസ്തവം. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ഈ വീഡിയോയിലൂടെ ഇന്നേ ദിവസം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ആ മാറ്റങ്ങളുടെ സൂചനകളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം വജദ്ഭുവേ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ശുഭലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഭസ്മം നെറ്റിയിലണിഞ്ഞ അപരിചിതരായ വ്യക്തികൾ ഇന്ന് നിങ്ങളെ നോക്കി ചിരിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ചും ബാലകരായ വ്യക്തികളാണ് എങ്കിൽ, കുട്ടികളാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം, സൗഭാഗ്യം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങൾ പലവിധ ദുഃഖ ദുരിതങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാകാം. എന്നാൽ ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ പുതുവഴികളാണ് നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുക. അത്തരത്തിൽ നിങ്ങളെ ചില സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നതിന്റെ, സന്തോഷകരവും ഭാഗ്യം അനുകൂലമാകാൻ പോകുന്നതിന്റെയും സൂചനയായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊരു ശുഭകരമായ ലക്ഷണമായി പരാമർശിക്കുന്നത് മയിലാണ്. സാക്ഷാൽ മുരുകസ്വാമിയുടെ വാഹനമാണ് മയിൽ. അതിനാൽ ഇന്നേ ദിവസം മയിലിനെ കാണുന്നത് പോലും ഭഗവാനെ കാണുന്നതിന് തുല്യമാണ്. അത്രമേൽ സൗഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. പ്രത്യേകിച്ചും ഇന്നേ ദിവസം മയിൽ നിങ്ങളുടെ വീടിന് ചുറ്റുമായി നടക്കുകയാണ് എങ്കിൽ, അഥവാ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ പോലും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ളതായ ആ ശത്രു ദോഷങ്ങൾ അകലുകയും ശത്രുവിന് നാശങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. ഭഗവാന്റെ കാവൽ നിങ്ങൾക്കുണ്ട് എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഏതൊരു വിധത്തിലും നിങ്ങൾക്കെതിരായുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് മുൻകൂട്ടി കാണുവാനും അതിനനുസരിച്ച് നീങ്ങുവാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉടലെടുക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊന്ന് ചുവന്ന പുഷ്പങ്ങളാണ്. ഭഗവാന് വിശേഷപ്പെട്ടതാണ് ചുവന്ന പുഷ്പങ്ങൾ. അതിനാൽ ഇന്നേ ദിവസം പ്രസാദത്തിൽ നിന്നോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായാണ് എങ്കിൽ പോലും ചുവന്ന പുഷ്പങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഉയർച്ചയും ആഗ്രഹ സാഫല്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമായി തന്നെ നിസ്സംശയം പറയാം. അതിനാൽ ചുവന്ന പുഷ്പം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തെയും ഭഗവാന്റെ അനുഗ്രഹം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കഠിനമായ ആഗ്രഹങ്ങളാണ് എങ്കിലും അത് നടക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ നിസ്സംശയം സാധിക്കും. ഭഗവാന്റെ ചിത്രങ്ങൾ വീടുകളിൽ വെച്ച് ആരാധിക്കുന്നത് ആ വീടുകൾക്ക് ഉയർച്ചയും ശത്രുക്കളിൽ നിന്നും മോചനവും ലഭിക്കുന്നതാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും മുരുക ചിത്രം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ, അവിചാരിതമായി ലഭിക്കുകയോ ഈ കാര്യങ്ങൾ കേൾക്കുന്നതിന് മുൻപ് നിങ്ങൾ വാങ്ങുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താലും ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉള്ളതിനാലും
ഭഗവാന്റെ സാന്നിധ്യത്താലുമാണ് എന്ന് മനസ്സിലാക്കുക. തന്മൂലം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്താം. ദുഃഖങ്ങളും ദുരിതങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തി ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പലവിധ ദുഃഖ ദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഭഗവാൻ തന്നെ പുതിയ വഴികൾ കാണിച്ചു തരും എന്നതാണ് വാസ്തവം. ഭസ്മം ഭഗവാന് വിശേഷപ്പെട്ടതായ ഒരു വസ്തു. ഭസ്മം അഥവാ വിഭൂതി ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു. അവിചാരിതമായാണ് ലഭിക്കുന്നത് എങ്കിൽ പോലും അതിന് ചില അർത്ഥങ്ങളുണ്ട്. ഭഗവാൻ നൽകുന്നതായ ചില സൂചനകളുണ്ട്. നെഗറ്റീവായ ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്നു എന്നും ആ ഊർജം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ദീർഘനേരം നെറ്റിയിൽ തിലകം ചാർത്തിയത് മായാതെ നിൽക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായ സൗഭാഗ്യങ്ങൾ ദീർഘകാലം നിലനിൽക്കും എന്നും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുകയും അത് നിങ്ങളിൽ കാലാകാലങ്ങൾ നിലനിൽക്കുകയും ചെയ്യും എന്ന വ്യക്തമായ സൂചനയാണ് ഭഗവാൻ നൽകുന്നത് എന്നുകൂടി മനസ്സിലാക്കാം. ഇന്നേ ദിവസം 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആ കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കരുത് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ദീർഘനേരം ആ വിളക്ക് ജ്വലിക്കുന്നു എങ്കിൽ, ആ സമയം നിങ്ങളുടെ ശരീരത്തിൽ ചൂട് വർദ്ധിക്കുന്നു എങ്കിൽ ദീപത്തിന് കൂടുതൽ സ്വർണപ്രഭ കൈവരിക്കുവാൻ സാധിക്കുന്നു. അത്തരത്തിലാണ് വിളക്ക് ജ്വലിക്കുന്നത് എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യത്തെയും ഭഗവാന്റെ അനുഗ്രഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഭഗവാൻ നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നു. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾ ഉയരാൻ പോകുന്നു. സ്വർണപ്രഭയോടെ തന്നെ നിങ്ങൾ കുതിച്ചുയരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിന് സഹായകരമായ സാഹചര്യങ്ങളാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുക. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഭഗവാനെ ഈ നിമിഷം നിങ്ങൾ മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. മറ്റൊന്ന് മധുരമാണ്. യാദൃശികമായി ഇന്നേ ദിവസം ഭഗവാന്റെ പ്രസാദത്തിൽ നിന്നും നിങ്ങൾക്ക് മധുരം ലഭിക്കുന്നു. അത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതായ പായസമാകാം, വെള്ള പായസമാകാം, അല്ലെങ്കിൽ മറ്റ് പ്രസാദങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ മധുരം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതോ എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്തെയും ഭഗവാൻ നിങ്ങളിൽ സംപ്രീതനാണ് എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. നിങ്ങൾ ചെയ്യുന്നതായ ആ പ്രവർത്തികളാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന വ്യക്തമായ സൂചനയാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ നിന്നും പായസം ലഭിക്കുന്നതും വെള്ളപ്പായസം ലഭിക്കുന്നതും അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ, മഹാഭാഗ്യം നിങ്ങളിൽ തേടിയെത്താൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഇന്നേ ദിവസം ശുഭകരമായ വാർത്ത നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നു. അത്തരം കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ പോലും അത് എത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, ഭഗവാൻ നിങ്ങളിൽ സംപ്രീതനാണ് എന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതുവഴികൾ തുറന്നു ലഭിക്കാൻ പോകുന്നു. സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തെളിയാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. തലവര തെളിയാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കാരണം ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക. മറ്റൊന്ന് പാമ്പാണ്. ഇന്നേ ദിവസം നിങ്ങൾ മുരുകക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുമ്പോഴോ ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതായ സാഹചര്യത്തിലോ അതല്ല വീടുകളിൽ പ്രത്യേകിച്ചും പറമ്പിൽ ഇന്നേ ദിവസം പാമ്പിന്റെ സാന്നിധ്യമുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടകാലമുണ്ട് എന്നും ആ കഷ്ടകാലം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒഴിഞ്ഞു പോകാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. ഇനി ഉയർച്ചയാണ് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ
നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിനാൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര ദുരിതപൂർണമായ അവസ്ഥയാണ് എങ്കിലും അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പിന്തിരിഞ്ഞ് നോക്കേണ്ടതായി വരില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഭഗവാൻ ഇതിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. അതിനാൽ തീർച്ചയായും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയുക തന്നെ ചെയ്യും. അതിനാൽ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ടതായ കാര്യം ഭഗവാനെ ആരാധിക്കുക എന്നതാണ്. ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രം ഓം വജദ്ഭുവേ നമ എന്ന മന്ത്രം 108 ജപിക്കുക. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഭഗവാനെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇന്നേ ദിവസം നിങ്ങൾ എത്തുക. ഭഗവാൻ നൽകിയതും നൽകാൻ പോകുന്നതുമായ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഇന്നേ ദിവസം സ്മരിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും. ഇനി അഥവാ ഈ ഒരു ലക്ഷണം പോലും കണ്ടില്ല എങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ ഭഗവാനെ നിത്യവും ആരാധിക്കുക. നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഉയർച്ചയും ശത്രുനാശവും വന്നു ചേരുകയും ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയുക തന്നെ ചെയ്യും.